ലോകകപ്പിൽ നിന്ന് പിന്മാറാനുള്ള ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയിൽ കളിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് ബംഗ്ലാദേശ് കടുപ്പിച്ചതോടെയാണ് അവർക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത്. എന്നാൽ തങ്ങളുടെ പിന്മാറ്റത്തിന് പിന്നിൽ ICCയുടെ നഗ്നമായ ഇരട്ടത്താപ്പ് നയമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് BCB പ്രസിഡന്റ് അമിനുൾ ഇസ്ലാം. ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ICC ബംഗ്ലാദേശിന്റെ ന്യായമായ ആവശ്യങ്ങളെ പഴയ ചരിത്രം പറഞ്ഞ് തള്ളിക്കളയുകയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. 2025-ലെ ഇന്ത്യൻ പ്രിവിലേജ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിലേക്ക് വരാൻ ബംഗ്ലാദേശ് വിസമ്മതിച്ചപ്പോൾ ICC അതിനെ നേരിട്ട രീതിയാണ് വിവാദങ്ങൾക്ക് കാരണം. ബംഗ്ലാദേശിന്റെ ആവശ്യം തള്ളിക്കളയാൻ ICC ഉപയോഗിച്ചത് 1996-ലെയും 2003-ലെയും ലോകകപ്പ് ചരിത്രങ്ങളായിരുന്നു. എന്നാൽ ഇതിനെ BCB പ്രസിഡന്റ് നേരിട്ടത് തൊട്ടു മുമ്പത്തെ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ ഒരു രാജ്യം വിസമ്മതിച്ചു. അന്ന് ICC എന്താണ് ചെയ്തത്? അവർ ആ രാജ്യത്തിനായി നിയമം മാറ്റി. പാകിസ്ഥാനിൽ നിന്ന് മത്സരങ്ങൾ മാറ്റി. ദുബായിൽ നിഷ്പക്ഷ വേദിയൊരുക്കി. ആ ടീം അവരുടെ എല്ലാ മത്സരങ്ങളും ഒരേ ഗ്രൗണ്ടിലും ഒരേ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് കളിച്ചു. അതൊരു പ്രിവിലേജ് ആയിരുന്നു, അമിനുൾ ഇസ്ലാം പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ഹൈബ്രിഡ് മോഡൽ കൊണ്ടുവന്ന ICC ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടത് നടപ്പിലാക്കുന്നില്ല എന്നതാണ് BCBയുടെ ചോദ്യം. ICC പറഞ്ഞ 96-ലെ ന്യായം. ബംഗ്ലാദേശിന്റെ ആവശ്യം നിരാകരിക്കാൻ ICC ഉന്നയിച്ച വാദങ്ങൾ ഇവയാണ്. 1996 ഏകദിന ലോകകപ്പ്. സുരക്ഷാ കാരണങ്ങളാൽ ശ്രീലങ്കയിൽ കളിക്കാൻ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും വിസമ്മതിച്ചു. ഫലം, ആ മത്സരങ്ങളിലെ പോയിന്റ് ശ്രീലങ്കയ്ക്ക് നൽകി. 2003 ഏകദിന ലോകകപ്പ്. ഇംഗ്ലണ്ട് സിംബാബ്വേയിലും ന്യൂസിലാൻഡ് കെനിയയിലും കളിക്കാൻ വിസമ്മതിച്ചു. അന്നും മത്സരങ്ങൾ ഉപേക്ഷിച്ച് പോയിന്റ് എതിർ ടീമിന് നൽകി. ഇതേ മാതൃകയിൽ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ മത്സരങ്ങൾ നഷ്ടപ്പെടുമെന്നായിരുന്നു ICCയുടെ നിലപാട്. എന്നാൽ 20 വർഷം മുമ്പത്തെ കഥയല്ല, 2025-ലെ കഥയാണ് നോക്കേണ്ടതെന്ന് ബംഗ്ലാദേശ് തിരിച്ചടിക്കുന്നു. ഞങ്ങൾ ICCയോട് 2025-ലെ കാര്യം പറഞ്ഞു, പക്ഷേ അവർ പഴയ പല്ലവി ആവർത്തിച്ചു, അമിനുൾ കൂട്ടിച്ചേർത്തു. ശ്രീലങ്കയിൽ കളിക്കാമായിരുന്നു. ഈ ലോകകപ്പിൽ ശ്രീലങ്ക ഒരു സഹ ആതിഥേയ രാജ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹൈബ്രിഡ് വേദി മാത്രമായാണ് ശ്രീലങ്ക പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം BCBക്കുണ്ട്. ശ്രീലങ്കയെ സഹ ആതിഥേയർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു രാജ്യം മാത്രം കളിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലിന്റെ ഭാഗമാണവർ. തങ്ങളുടെ സർക്കാരിന് ഇന്ത്യയിൽ കളിക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ഞങ്ങളുടെ മത്സരങ്ങളും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് പ്രായോഗികമായിരുന്നു. എന്നിട്ടും അവർ ഞങ്ങളുടെ അഭ്യർത്ഥന നിരസിച്ചു, അമിനുൾ ഇസ്ലാം വ്യക്തമാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ സ്വാധീനത്തിന് മുന്നിൽ ICC മുട്ടുമടക്കുന്നു എന്ന ആരോപണമാണ് ബംഗ്ലാദേശ് പരോക്ഷമായി ഉന്നയിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ടൂർണമെന്റ് ഘടന തന്നെ മാറ്റിമറിക്കാൻ തയ്യാറായ ICC ബംഗ്ലാദേശിന്റെ സുരക്ഷാ ആശങ്കകളെ മുഖവിലക്കെടുക്കുന്നില്ല. അയർലൻഡിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടക്കുമ്പോൾ ബംഗ്ലാദേശിന് മാത്രം എന്തുകൊണ്ട് ഇന്ത്യയിൽ കളിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു എന്നത് ദുരൂഹമാണ്. ബംഗ്ലാദേശ് പിന്മാറിയതോടെ ടൂർണമെന്റിന്റെ ശോഭ കെട്ടിരിക്കുകയാണ്. ICCയുടെ ഈ ഇരട്ടത്താപ്പ് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും.